ഹലോ ചിഞ്ചു ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റി ഇവിടെ ഇത്തിരി നേരം എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് ചിഞ്ചൂസ് ഹെവൻ എന്നാക്കി കേട്ടോ. അപ്പോൾ ചിഞ്ചൂസ് ഹെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും ഞാൻ മറന്നു പോകും കേട്ടോ. അവരപ്പം വേണമെന്ന് പറയാറുണ്ട് പിള്ളേർ. പക്ഷേ തലേ ദിവസം അരി വെള്ളത്തിലിട്ട് മാവ് അരച്ച് വെക്കാനായിട്ട് ഞാൻ മറന്നു പോകും. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം രാത്രിയിലാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ഓർത്തപ്പോൾ തന്നെ രാത്രിയിൽ ഞാൻ കുറച്ച് പച്ചരിയും ചോറും മറ്റേ തേങ്ങായും ജീരകവും ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഞാൻ തലേ ദിവസം തന്നെ കുതിർത്താനിട്ടു. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ അതൊന്ന് അരച്ച് വെച്ചു കേട്ടോ. അത് നമ്മൾ അരച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അതൊന്ന് സെറ്റാകാനായിട്ട് വെച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തലേദിവസം മാവ് അരച്ച് വെക്കാനായിട്ട് മറക്കണവർക്ക് ഈ ഐഡിയ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വർക്കിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇപ്പം നിങ്ങൾ കാണിച്ചു തരുന്നില്ല, പിന്നെ കാണിച്ചു തരാം. അപ്പോൾ തലേ ദിവസം എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്തിട്ട് തുണി മടക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മടക്കി വെച്ചില്ല. അപ്പോൾ അതിൻ്റെ പുറകെ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന വരവാണ് കേട്ടോ അത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തത് ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് ബീൻസും ക്യാരറ്റും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഗ്രീൻ പീസും കൂടിയാണ് കേട്ടോ എടുത്തത്. അതിനകത്ത് സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും എൻ്റെ സ്റ്റിക്കറാണ്. അവളുമാർ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ കൂടി നമ്മൾ അരിഞ്ഞിട്ട് ഒരു സ്റ്റൂവിനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കുനുകുനൂന്നല്ല നമ്മൾ അരിയണത്. ഒരു ചെറിയ മുഴുപ്പിൽ നമ്മൾ അരിഞ്ഞു. എന്നിട്ട് അതൊക്കെ കൂടി നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പ് മാത്രം കേട്ടോ, മഞ്ഞൾപ്പൊടി ഒന്നും ഇടണ്ട. കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് അങ്ങ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരാൾ ഏന്തി വലിഞ്ഞ് നോക്കണ്ടേ എന്താ അമ്മ ഉണ്ടാക്കണതെന്നൊക്കെ ചോദിക്കണ്ടേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ വിസിലും കൂടി അങ്ങ് ഇട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. ഒരു വിസിലടിക്കുമ്പോൾ തന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് വേവണ സമയത്ത് നമ്മൾ നമ്മുടെ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ സവാളുള്ളിയും കൂടെ ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഏലക്കായും കറുകപ്പട്ടയും ഗ്രാമ്പൂവും കുരുമുളകും അത് നമ്മുടെ ഇതിനിടുന്ന ഓൾ പർപ്പസ് ആയിട്ടുള്ള നമ്മുടെ മസാല കൂട്ടും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് അത് ചതച്ചെടുക്കുന്നത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടിയിൽ നമ്മൾ പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉള്ളി ഉണ്ടല്ലോ, ആ സവാള ഉള്ളിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കും കേട്ടോ. അതൊന്ന് ഇച്ചിരി ഒന്ന് കളറ് മാറണ വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കും. പിന്നെ ഒരു കാര്യം നമ്മളെല്ലാവരും പറയും സവാളുള്ളി വഴലാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെട്ടെന്ന് തന്നെ ഉപ്പ് ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് പറയണത് ഒന്ന് വാടി കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ് ചേർക്കുന്നതാണ് കേട്ടോ. ഒരു ഇച്ചിരി വാടിയിട്ട് എന്ന് വെച്ചാൽ നന്നായി വാടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ ട്രൈ ചെയ്യാത്തവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് വാടി കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നല്ലൊരു മഴയായിരുന്നു. അപ്പോൾ പക്ഷേ ഇന്നത്തെ ഈ ക്ലൈമറ്റ് നോക്കുകയും നല്ല വെയിൽ വന്നിട്ടുണ്ട്. നല്ലൊരു വെയിൽ നമ്മുടെ റൂമിലേക്ക് നമ്മുടെ ചീനച്ചട്ടിയിട്ട് വരെ നല്ലൊരു വെയിലടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂല്ലേ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഇടിച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ തക്കാളിയും കൂടി ഇട്ടു കേട്ടോ. തക്കാളിയും കൂടെ നന്നായി വഴലണ്ട, ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറി ഉണ്ടല്ലോ, നമ്മൾ കുക്കറിൽ ആദ്യം ഒരു വിസിലടുപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറി, ആ പച്ചക്കറിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് വഴലാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാവുണ്ട്. അന്നേരത്തേക്ക് അതിനകത്ത് കണ്ടോ എണ്ണ ഇതേപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നമ്മുടെ പച്ചക്കറി ഇടാനായിട്ട് ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് നന്നായി വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ പാൽ അല്ലെങ്കിൽ തൻപാലെന്ന് പറയുന്നത് അതുകൊണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് അതിനകത്തിട്ടിട്ട് ഒന്ന് തിളയ്ക്കണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് തിളയ്ക്കണം വരെ. ആ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് നമുക്ക് ഓക്കെ ആണോ നോക്കാം. ഓക്കെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എത്രയാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉപ്പ് ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ഞാനപ്പോൾ അതിനകത്ത് എനിക്ക് കുറച്ചും കൂടി ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ ആ സമയത്ത്. എന്നിട്ട് അത് നന്നായി തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ നന്നായി തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് വന്ന് അതൊന്ന് വറ്റി തുടങ്ങണ സമയമാണ് കേട്ടോ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. ആ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ഗ്യാസ് എന്ന് പറയുന്നത് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് നന്നായി കുറുകിയിരിക്കേണ്ടത് കേട്ടോ. ആ ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ല കുറുകലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റൂ വരും. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ട് അതേ അടുപ്പത്ത് തന്നെ നമ്മൾ അപ്പം ചൂടാൻ വെച്ചിട്ടോ. കണ്ടോ, നല്ല ആവി വറക്കണേ നല്ല അപ്പം. അതിനകത്ത് നല്ല കൊമളകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റിട്ട് അരച്ച് വെച്ച അപ്പമാണ് കേട്ടോ. അപ്പത്തിൻ്റെ മാവാണ്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അവളുമാർക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റൂവും അപ്പവും നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളന്മാർ പറഞ്ഞു, അമ്മ ഞങ്ങളുടെ ഒപ്പം അവിടെ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് ഇരുന്നു. അപ്പോൾ അവളന്മാർ ഒരു പാട്ടൊക്കെ പോയി ഡാൻസ് കളിക്കുവാണേ. അതിനകത്ത് സ്റ്റെപ്പായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തേക്ക് അത് മനസ്സിലായില്ല. അവൾ വിചാരിച്ചു അവളെ തള്ളിയിട്ടതാണെന്നേ. അവസാനം അടിയായപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇടപെട്ടു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവളുമാരുടെ വകയുള്ള ഡയലോഗുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ തലയിൽ താരനുണ്ട്. അപ്പോൾ അതേപോലെ അവളുമാരുടെ തലയിലും താരനുള്ളതുകൊണ്ട് ഞാനൊരു ആയുർവേദത്തിൽ നിന്ന് മേടിച്ച ഒരു എണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഹെലൻ്റെ വക ഡയലോഗുകളാണ്. അപ്പോൾ അവരുടെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് അവരൊന്ന് ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ. അത്യാവശ്യം പേനൊക്കെ ഉണ്ട് കേട്ടോ തലയിൽ. അപ്പോൾ തലയിൽ എണ്ണ വെച്ച് കൊടുത്തു കഴിഞ്ഞ് പേനൊക്കെ ചീകി അവരെ ഒന്ന് കുളിപ്പിച്ചെടുത്ത് അന്നേരത്തേക്ക് നമ്മൾ ഉച്ചത്തെ കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കിയത്. അമ്മ അരിഞ്ഞു വെച്ചായിരുന്നു കേട്ടോ. രാവിലെ ക്യാബേജ് അരിഞ്ഞു വെച്ചു. എനിക്കത് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അതൊന്ന് ഉണ്ടാക്കി. നിങ്ങളെങ്ങനെ ക്യാബേജ് തോരൻ ഉണ്ടാക്കണേന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോ കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ കൂടി ഒന്ന് ചതച്ചെടുത്തു. എന്നിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഉള്ളി ചതച്ചതും ഇട്ടിട്ട് നമ്മുടെ ക്യാബേജ് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, ചിലരാണെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞെരടി വെച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റാണ് കേട്ടോ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. എപ്പോഴും ലാസ്റ്റ് തേങ്ങ ഇട്ട് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ആ തേങ്ങയിൽ വെളിച്ചെണ്ണ അധികം ഇറങ്ങില്ല. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് ഈ ഒരു എഫക്റ്റീവ്. അപ്പോൾ മീൻ വറുത്തത് ഉണ്ടായിരുന്നു, മോരുചാറുണ്ടായിരുന്നു, അതേപോലെ ക്യാബേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ചേർത്തിട്ട് അവളുമാർക്ക് ചോറും കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള അവളുമാരുടെ ഇതാണേ. Thursday, Friday, Saturday, and Sunday. February, March, April, May, June, July, August, February, September, October, November and December. വെരി ഗുഡ്. രാവിലത്തെ ഒരു ക്ലൈമറ്റേ ആയിരുന്നില്ല കേട്ടോ. ഉച്ച കഴിഞ്ഞ് നല്ല കാറ്റും മഴ കേട്ടോ.
നല്ലൊരു വെച്ച് കഴിഞ്ഞാൽ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതേ നോക്കിയപ്പോഴത്തേക്കും നല്ല കാറ്റും മഴയും വന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ ഒരു മഴ പെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷമായിരുന്നു അല്ലേ, ഒരു തണുപ്പ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പമുള്ള ഒരു സംഗീതം തന്നെയായിരുന്നു അല്ലേ മഴയുടെ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ മഴ പെയ്യുക അല്ലെങ്കിൽ മഴ നിർത്താതെ പെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലൊരു പേടിയാണ്. എന്തായിരിക്കും അടുത്ത നിമിഷം സംഭവിക്കാമെന്ന് പോലും അറിയാത്ത ഒരു തരം പേടി. അതേപോലെ കുറേ പേര് കഷ്ടപ്പെടുവാണല്ലേ. നമ്മൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഇന്നലെ വരെയും കൂടെ ഉണ്ടായിരുന്നവർ ഇന്ന് നേരം വെളുത്തപ്പോൾ കൂടെ ഇല്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ഇന്നലെ വരെയും സമ്പന്നതയിലായിരുന്നവർ ഇന്ന് ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. ആ ഒരവസ്ഥ എന്നൊക്കെ പറയുന്നത് നമുക്ക് അനുഭവിക്കാത്തവർക്ക് ഒരിക്കലും മനസ്സിലാവാത്ത ഒരവസ്ഥ. അപ്പോൾ അങ്ങനെ അവസ്ഥയിൽ കഴിയുന്ന ഒത്തിരി പേരുണ്ടല്ലേ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മളൊന്ന് സഹായിക്കുക കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ അവരെ ഒന്ന് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാഷായിട്ട് കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഡ്രസ്സുകളിലെ ഒരു പങ്കെന്ന് പറയുന്നത് അവർക്കായിട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ ഇവിടുന്ന് പള്ളിയിൽ നിന്ന് വയനാട്ടിലേക്ക് ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൈവശം ഞാൻ കുറച്ച് ഡ്രസ്സുകൾ പാക്ക് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു. ഞാൻ മനഃപൂർവ്വമാണ് കേട്ടോ അതൊന്നും ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്തത്. നമ്മൾ ചെയ്യണത് വേറൊരാളെ കാണിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അതെനിക്കൊരു ഇതായി തോന്നിയതുകൊണ്ടുമാണ് ഞാൻ ആ ഒരു വീഡിയോ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുക എന്ന് പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള ചെറിയ ആൾക്കാർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ മറ്റൊരാളെ സഹായിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഇപ്പോൾ ഒന്നുമില്ലാത്തവർക്ക് റേഷൻ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ആട്ട കിട്ടി, ആ ഒരു പാക്കറ്റ് ആട്ട കൊടുത്തിട്ടാണെങ്കിലും അവരെ സഹായിക്കാൻ പറ്റും. ആ ഒരു രീതിക്കാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത് തന്നെ കേട്ടോ. അപ്പോൾ വൈകുന്നേരം അവർ അതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ പാക്ക് ചെയ്ത് അവർക്ക് കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ ഞാനൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. റോസ്മേരിയുടെ ആപ്സിൻ്റെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാമെന്ന് കേട്ടോ. എനിക്ക് ശരിക്കും ഒട്ടും മുടിക്കുള്ളില്ല കേട്ടോ. ഒട്ടും മുള്ളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കഷണ്ടിയാണ് കേട്ടോ. ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഷെയിമായിട്ട് തോന്നാറുണ്ട് കേട്ടോ, ഒട്ടും മുടി ഇല്ലാത്തത് കൊണ്ട് തന്നെ. അതേപോലെ തന്നെ എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര ഓയിലിയാണ്. എത്ര ഷാമ്പു ഇട്ടാലും അതിങ്ങനെ ഒട്ടി മാത്രമേ ഇരിക്കുള്ളൂ. കുറച്ച് നീളമുണ്ട് മുടിക്ക്, ഞാൻ വെട്ടിക്കളഞ്ഞതാണ് മൊത്തം. കാരണം മുടിക്ക് ഒട്ടും ഉള്ളില്ല, അതുകൊണ്ട് തന്നെ അടിയിലേക്ക് ഇങ്ങനെ വാല് പോലെ കിടക്കും. അപ്പോൾ എനിക്ക് തന്നെ ഷെയിം തോന്നിയിട്ട് ഞാൻ ഓരോ പ്രാവശ്യം പോയിട്ട് ഓരോ ഷേപ്പിലങ്ങ് വെട്ടിക്കളയും. അങ്ങനെ വെട്ടി ഉള്ളുമില്ല, മുടിക്ക് നീളവുമില്ല. അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു മാസത്തെ ചലഞ്ച് എന്നുള്ള രീതിക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ അതൊന്ന് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ട്രൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ രണ്ടുപേരും കൂടിയിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ എൻ്റെ തലയിൽ അമ്മ ചെയ്യണത് പോലെ എൻ്റെ തലയിൽ ഒഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു മോൻ്റെ തലയിൽ ഇപ്പോൾ ഒഴിക്കണ്ടാന്ന്. അപ്പോൾ പക്ഷേ സ്പ്രേ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ തലയിലും വീണു കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ നിൽക്കുന്നുണ്ട് കേട്ടോ. രസമാണ്, പക്ഷെ ചില സമയത്ത് നമുക്ക് നല്ല ദേഷ്യമൊക്കെ വരും. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തല നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ കൂടെ കുറച്ച് മസാജും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അത് നമുക്ക് മസാജ് ചെയ്ത് നമ്മൾ തലയൊക്കെ കെട്ടി വെച്ചു. അപ്പോൾ കിടക്കണതിന് മുമ്പ് ചേനയും കൂടെ വിളിച്ചൊരു ഗുഡ് നൈറ്റ് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ബൈ.